അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കണ്ട. പടം ഒരു ആവറേജ് പടമാണ്, അതിനൊക്കെ ഉള്ളൂ, സാധ്യതയുള്ളൂ. അല്ലാതെ അപ്പുറത്തോട്ട് കയറ്റി ഇത് മഹത്തായ മയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അത്ര വലിയ മയിൽ നല്ലത് ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ അടുത്ത് ഈ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇന്റലക്ച്വൽ ഡയറക്ടർ അങ്ങനെ മുന്നോട്ട് ഈ ബോധപ്പെടുത്തുന്ന ഡൈപ്പൊക്കെ കാണിച്ച ആളാണ്. അതുകൊണ്ട് അവിടെ കഴിഞ്ഞു. പിന്നെ സംഭവം നോക്കാനില്ല, എല്ലാവർക്കും മനസ്സിലാക്കി മനസ്സിലായി. ഇനി ബാക്കിയുള്ള മോഹൻലാൽ ഫാൻസിനെ പോലത്തെ വിവര വിദ്യാഭ്യാസം ബോധപ്പെടുവില്ലാത്ത തീരെ ബുദ്ധിയില്ലാത്തവരുണ്ട്. അങ്ങനത്തെ കുറെ ഫാൻസ് അങ്ങനത്തെ ഉണ്ണാക്കന്മാരുടെ പിടിക്കുക ഐറ്റത്തിനൊക്കെ. അത്ര ഐറ്റങ്ങൾ അങ്ങനെയാണ്. അതിൽ കൂടുതൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം കൂറകളെ ബോധമൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ കാണുന്നത് ഞാൻ ആദ്യം പറയുന്നത് ഇവിടെ കാണുന്നത് ആടുജീവിതം എന്ന സിനിമ കാണണോ വേണ്ടിയോ എന്ന് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒരു സിനിമയെപ്പറ്റി അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ആ സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ. അതല്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിചാരിച്ച് സിനിമ കാണാതെ നല്ലതാണ് മോശമാണ് ഇങ്ങനെ ചെയ്തത് പോരാന്നെല്ലാം പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമായി കണക്കാക്കാൻ പറ്റില്ല. എനിക്ക് ഇതിൽ തോന്നുന്നത് നിങ്ങൾക്ക് പൃഥ്വിരാജോടുള്ള ദേഷ്യം പറഞ്ഞു തീർക്കുന്നത് പോലെയാണ്. അല്ലാണ്ട് ഇതിന് എന്ത് പറയാൻ? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പോയി ഈ സിനിമ കാണ്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. അതല്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അധ്വാനത്തെ പുച്ഛിച്ച് തള്ളാൻ പാടില്ല.